ഗെയിം ചേഞ്ചർ പടത്തിനെ കുറിച്ച് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ ഈ പടത്തിനെ കുറിച്ച് എല്ലാവരും വലിയ താല്പര്യമില്ല. ഗെയിം ചേഞ്ചർ നമ്മുടെ രാംചരൻ്റെ ഈ അടുത്തിറങ്ങിയ പടമാണ്. നമ്മുടെ ഡയറക്ടർ ശങ്കറിൻ്റെ പടമാണ്. വൺ ഫ്ലോപ്പായ പടമാണ്. നമ്മുടെ കങ്കുവേനെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും ഫ്ലോപ്പായ പടമാണ്. തിയേറ്റർ റിലീസായിട്ടാണ് പറയണത്. OTT റിലീസായിട്ടുണ്ട്. 450 കോടി ബഡ്ജറ്റിൽ ഇറക്കിയിട്ടുള്ള സിനിമയാണ്. ശങ്കറിൻ്റെ സിനിമയാണ്. രാംചരൻ നായകനായ സിനിമയാണ്. എന്തുകൊണ്ടാണ് ഈ പടം ഫ്ലോപ്പായി? അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ആദ്യത്തെ കാരണം ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് എന്നോട് ഫ്ലോപ്പായ പടമാണ് എൻ്റെ അപ്പുറത്തെ വീട്ടിൽ അവൻ പറഞ്ഞത് പടം കാണുന്ന വള്ളി പടമാണ് എന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ ശങ്കറിൻ്റെ പടം ആയതുകൊണ്ടാണ് ഞാൻ കണ്ടത്. രാംചരൻ്റെ പടം, രാംചരൻ നായകനായതുകൊണ്ടാണ് ഞാൻ ഈ പടം കണ്ടത്. അല്ലെങ്കിൽ ഒരു പക്ഷേ എല്ലാവരും ട്രോളാണ് കേട്ടിട്ട് ചിലപ്പോൾ കാണാണ്ടിരുന്നിരുന്നു. പക്ഷെ ആരൊക്കെ ട്രോളിന് പറയണൊക്കെ കേട്ടാലും ഞാൻ കണ്ടിട്ട് എൻ്റെ റിവ്യൂ ഞാൻ പറയാൻ പോകുന്ന സിനിമകളൊക്കെ ഞാൻ കണ്ടു പറയാറുണ്ട്. പടം ഫ്ലോപ്പ് ആവാനുള്ള മെയിൻ കാരണം ആദ്യം ഇതിൻ്റെ സോങ്ങാണ്. ഒരു 7 പാട്ടുണ്ട് പടത്തിൽ. 7 പാട്ടൊക്കെ എന്തിനാ? എന്താ അതിൻ്റെ ആവശ്യമുള്ളതെന്ന് ഞാൻ ചോദിക്കണം. ആവശ്യമില്ലാത്തോടത്തൊക്കെ പാട്ട് കയറ്റിയിട്ടുണ്ട്. ഒന്നാമത് എനിക്ക് പാട്ടിനോട് വലിയ താല്പര്യമില്ല. സിനിമകളിൽ പാട്ട് വരുന്നത് എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത ഒരു ആണ്. 7 പാട്ടൊക്കെ കൊത്തി കയറ്റിയിട്ട് ആര് കാണാൻ? 2 മണിക്കൂർ 40 മിനിറ്റ് 45 മിനിറ്റ് അങ്ങനെ ഉണ്ട്. അതിൽ 7 പാട്ട് കയറ്റിക്കണം. ആ 7 പാട്ട് ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ ലെങ്ത്ത് കുറയും. അപ്പോൾ ഒന്നും കൂടി ആൾക്കാർ കണ്ടിരിക്കും. പിന്നെ ഓവറായിട്ടുള്ള ചളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓവറാണ്. അത് നമ്മുടെ ജയറാമാണ് ചെയ്തേക്കുന്നത്. ഭയങ്കരമായിട്ട് അഴിഞ്ഞാടാൻ വിട്ടാ കാണാനുള്ള സിനിമയിൽ. പക്ഷെ ജയറാമിൻ്റെ ഭാഗം ക്ലിയർ ആക്കി ചെയ്തിട്ടുണ്ട്. ആ ജയറാമേട്ടനായ കാരണം നമുക്ക് ഇഷ്ടപ്പെടും. ചില സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടും. ഇതാണ് പടം ഫ്ലോപ്പ് ആവാൻ പിന്നെ മെയിൻ കാരണം. പിന്നെ ഒരു കാരണം കൂടി ഉണ്ട്, VFX. ചില ഭാഗത്തൊക്കെ വൻ ഷോകായിട്ട് ചെയ്തേക്കണം. ക്ലൈമാക്സ് ഒക്കെ ആവണിട്ട് മുമ്പ് കുറച്ച് സീൻ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വണ്ടികളില്ലാണ്ടാവണം, കുറച്ച് ആൾക്കാരില്ലാണ്ടാവണം. ഓട്ടിങ്ങിന് പോകുമ്പോൾ കുറച്ച് പരിപാടികൾ ചെയ്യണ ഒരു സാധനമുണ്ട്. അതൊക്കെ വൺ ഷോകായിട്ടാണ് ചെയ്തേക്കുന്നത്. കാരണം ക്വാളിറ്റി ഇല്ല. പിന്നെ വീഡിയോനായിട്ട് കണക്റ്റ് ആവണില്ല. ആ ഒരു സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്തു വെച്ചേക്കണത്. എന്തുകൊണ്ട് എന്ന് എനിക്ക് അറിയില്ല. ഇതേപോലെ എന്തിരൻ, പിന്നെ അതേപോലെ ഇതേപോലെ ബ്രഹ്മാണ്ഡമായ സിനിമകൾ കാലങ്ങൾക്ക് മുമ്പ് എടുത്ത് വെച്ച വ്യക്തിയാണ് ഇങ്ങനെ ഒരു പടം ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് ഡിസപ്പോയിന്റ് ചെയ്ത് തന്നെ. അതുകൊണ്ടൊക്കെയാണ് ഈ പടം ഫ്ലോപ്പ് ആവാനുള്ള മെയിൻ കാരണം. ശങ്കർ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിൽ നിന്ന് ഒരിക്കലും ഇങ്ങനത്തെ ഒരു പടം ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇന്ത്യൻ 2 തന്നെ ആൾക്ക് ഇത്തിരി കേട്ടതാണ്. കാരണം അതിൽ ആളുടെ എല്ലാ സിനിമകളിലും ഫൈറ്റ് സീൻ എന്തായാലും അതിൽ ചെറിയൊരു ഫാന്റസികൾ കൊണ്ടുവരും. അതെല്ലാവരും ഉൾക്കൊള്ളില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യൻ 2 നല്ല സിനിമയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. മേക്കിംഗ് സൈഡൊക്കെ അന്യായമാണ്. പക്ഷെ അതിൽ കുറച്ച് ഫാന്റസി കയറ്റിയിട്ടുണ്ട്. ക്ലൈമാക്സിലൊക്കെ ഉള്ള മറ്റേ ഇങ്ങനെ എയർ പിടിച്ച് ഉള്ളി കയറുമ്പോൾ പാക്കാവണ സാധനങ്ങൾ, അതേപോലത്തെ സാധനങ്ങൾ ഈ സിനിമയിൽ കയറ്റിയിട്ടുണ്ട്. അതൊക്കെയാണ് ഈ സിനിമയുടെ ഫ്ലോപ്പ് ആവുക. അതൊക്കെ ഒന്നും അങ്ങനെ ആരും അക്സെപ്റ്റ് ചെയ്യില്ല. ബാക്കി കഥ വൈസ് സൂപ്പർ കഥയാണ്. ഈ പടം നമ്മുടെ ശിവാജി പടത്തിനൊക്കെ ആയിട്ട് സാമ്യമുള്ള രീതിയിലുള്ള കഥയാണ്. ശിവാജി പടം ആ ഒരു പടത്തിൻ്റെ ഇതേ മൂഡിൽ തന്നെയാണ് ഈ പടം എടുത്തേക്കണത്. സ്ക്രീൻ പ്ലേ നന്നായിട്ടുണ്ട്, ആക്ടിങ് നന്നായിട്ടുണ്ട്, ഹ്യൂജ് കാസ്റ്റിംഗ് ആണ്. നമ്മുടെ എന്താ പറയുക, SJ സൂര്യ ഗംഭീരമായിട്ടുണ്ട്. ആളെല്ലാ പടത്തിലും കാണുന്ന അതേ റോൾ തന്നെയാണ് ഈ പടത്തിൽ. പക്ഷെ നന്നായിട്ടുണ്ട്, നല്ല ക്യാരക്ടറാണ് ആളുടെ. രാംചരൻ നന്നായിട്ടുണ്ട്. പക്ഷെ കുറേ ഓവർ സാധനങ്ങൾ കൊണ്ടുണ്ട്. ഇപ്പം അവിടുത്തെ ഓഡിയൻസിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ആൾ ഈ സിനിമ എടുത്തേക്കുന്നത്. അല്ലാണ്ട് മലയാള ഓഡിയൻസിനെ, തമിഴ് ഓഡിയൻസിനെ ഒരിക്കലും അല്ല. അവിടുത്തെ ഓഡിയൻസിന് ഇഷ്ടാവും, അല്ലെങ്കിൽ അവിടുത്തെ ഓഡിയൻസിന് ഇങ്ങനെയാണ് വേണ്ടത് എന്നുള്ള രീതിയിലാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പടം ഇത്രയും ഫ്ലോപ്പ് ആവാനുള്ള ഒരു കാരണം. പിന്നെ ഫ്ലോപ്പ് ആവാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ വർത്താനം കൊണ്ട് ഫ്ലോപ്പ് ആയിട്ടുള്ളതാണ്. അത്ര ഫ്ലോപ്പ് ആവുള്ള പടം ഒന്നുമില്ല. ഇമോഷൻസൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. സ്ക്രീൻ പ്ലേ ഒക്കെ നന്നായിട്ടുണ്ട്.
പെർഫോമൻസ് നന്നായിട്ടുണ്ട്, നല്ലൊരു കഥയാണ്. പക്ഷെ അതിൽ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ കയറ്റിയത് കൊണ്ടാണ് ഈ സംഭവം അങ്ങനെ പോയത്. സാധാരണ ഒരു സിമ്പിൾ സിനിമയാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. പിന്നെ ശങ്കറിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ സോങ്സിൻ്റെ കൊറിയോഗ്രാഫി, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അത് ചിട്ടപ്പെടുത്താൻ ശങ്കറിന് വേറെ ലെവലാണ്. അതൊക്കെ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ആൾ ഇതിൽ കുറേ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആക്സെപ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ആരെങ്കിലും ശ്രദ്ധിക്കാവുന്ന രീതിയിലേക്ക് ആയില്ലേ. അത് അത്രയും ക്വാളിറ്റി കുറവാണ്. കാരണം പിന്നെ ആള് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആള് ചെയ്തിട്ടുള്ള കഥയോടുമായി സാമ്യമുള്ള രീതിയിലാണ് സോങ്സ് ചിലതൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ചിലതൊരു സാമ്യമില്ലാത്ത രീതിയിലും ചെയ്തിരിക്കുന്നത്. അതാണ് പറയണ. മൊത്തത്തിൽ എന്തൊക്കെ അവിടെ ഇവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു ഏവറേജ് സിനിമയാണ്. നല്ല കഥയുള്ള ഒരു ഏവറേജ് സിനിമ. പക്ഷെ ഇതൊരിക്കലും ഇത് ഫ്ലോപ്പ് ആവുള്ള സിനിമയല്ല. നിങ്ങൾക്ക് OTT ഇറങ്ങിയിട്ടുണ്ട്, കാണണം തോന്നാനെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. എന്തായാലും നിങ്ങൾക്ക് കണ്ടു എന്ന് വെച്ചിട്ട് എന്തായാലും ഒരു ഇത് തോന്നില്ല. പക്ഷെ എന്നാലും എവിടെയൊക്കെ ഒരു തൃപ്തി കുറവ് ഉണ്ടാവും, അത് ഞാൻ ഗ്യാരണ്ടി തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം ചേഞ്ചറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ശങ്കർ എന്തുകൊണ്ടും അങ്ങനെ ആയിന്ന് എനിക്കറിയില്ല ഗൈസ്. ഭയങ്കര വിഷമമുണ്ട്. അയാളുടെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ.